സൂറത്തുൽ മുഅ്മിൻ, സൂറത്തുൽ ഗാഫിർ അങ്ങനെ പറയും. മുഅ്മിനെന്നും പേരുണ്ട്, ഗാഫിർ എന്നും പേരുണ്ട്. ചില സൂറത്തിൽ ചില മുസാഫിൽ മുഅ്മിൻ എന്നായിരിക്കും, ചില സൂറത്തിൽ ചില മുസാഫിൽ ഗാഫിർ എന്നായിരിക്കും. മുഅ്മിൻ ഇന്ന മുസാഫിൽ ഇല്ലല്ലോ എന്ന് പറയണ്ട, അതിന് രണ്ട് പേരുണ്ട്. ഏതുപോലെ ദഹ്ർ പോലെ സൂറത്തുൽ ദഹ്റിന് സൂറത്തുൽ ഇൻസാൻ എന്നും പേരുണ്ട്. ചില മുസാഫിൽ ഇൻസാൻ നടിച്ചു വരും, ചില മുസാഫിൽ ദഹ്ർ നടിച്ചു വരും. രണ്ടും അതിൻ്റെ പേരാണ്. സൂറത്തുൽ ദഹ്റും സൂറത്തുൽ ഇൻസാനും ഒരു സൂറത്താണ്. അലൽ ഇൻസാനി ഹൈനും മിനദ് ദഹ്ർ, അതാണ് സൂറത്ത്. അതേപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനും സൂറത്തുൽ ഗാഫിറും ഒരു സൂറത്താണ്. 44-ാമത്തെ ആയത്ത്. എന്താ അർത്ഥം? മറക്കരുത്. മൂന്നോട്ടോ നാലോട്ടം ചൊല്ലി ഇത് മറക്കരുത്. ഈ ആയത്തിന്റെ കഷ്ണം, ഇതിനായത്തിന്റെ കഷ്ണം മറക്കരുത്. 44 അല്ലേ? മുഅ്മിൻ അല്ലെങ്കിൽ ഗാഫിർ. എത്രാമത്തെ ആയത്ത്? 44. മറക്കരുത്. മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഇടങ്ങറ് വന്നാല് പിന്നെ എന്നും മറക്കണ്ട. ഏത് കുടുങ്ങിയാലും കേറിയിരിക്കി ലേശം കേറിയിരിക്കി കുറച്ച് കേറിയിരിക്കി. നോക്ക്, കണ്ടില്ലേ? എത്ര ആയത്ത്? 44. സൂറത്ത് ഗാഫിർ അല്ലെങ്കിൽ സൂറത്തുൽ മുഅ്മിൻ 44. എന്താ അർത്ഥം? ഞാൻ ഏൽപ്പിക്കുന്നു അംരി, എന്റെ കാര്യത്തെ, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ബസീറുൻ, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്, ബിൽ ഇബാദി, അവന്റെ അടിമകളെ അവൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എന്റെ കാര്യം എന്നെ നോക്കണോ, ഞാൻ ഏൽപ്പിച്ചു. ഇതൊരു വല്ലാത്ത ആശ്വാസ ഈ ആയത്ത്. ഇത് മറക്കരുത്. ഇത് ദുആയുമാണ്, ഇബാദത്തുമാണ്, ഖുർആനാണ്, ആയത്താണ്. മറക്കരുത്. ഏത് കുടുക്ക് വന്നാലും ഭയങ്കര ആയത്താണ്. ഏത് ബുദ്ധിമുട്ടിലും മശായിഖന്മാർ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണേ, ഇത് ചെല്ലിക്കോ, അങ്ങനെ ചെല്ലിക്കോ. ഞാൻ ഏൽപ്പിക്കുന്നു അംരി, എൻ്റെ കാര്യത്തെ, ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക്. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല ബസീറും ബിൽ ഇബാദ്, അവൻ്റെ അടിമകളെ കണ്ടും നോക്കിയുമേയിരിക്കണം, കണ്ടുകൊണ്ടേയിരിക്കണം. ആര്? അല്ലാഹ്. പേടിക്കണ്ട. എൻ്റെ കാര്യം ഞാൻ ആരേൽപ്പിച്ചു? ഞാൻ നോക്കണോനെ ഏൽപ്പിച്ചു, എന്നെ ഇപ്പം കാണണോനെ ഏൽപ്പിച്ചു. എൻ്റെ ഭാര്യ ഇപ്പം എന്നെ കാണുന്നില്ല, എൻ്റെ അമ്മോശാക്ക് എന്നെ കാണുന്നില്ല, എൻ്റെ വല്യാപ്പ കാണുന്നില്ല, എൻ്റെ വാപ്പ കാണുന്നില്ല. ആര് കാണുന്നുണ്ട്? ഓനെ ഞാൻ ഏൽപ്പിച്ചു. പിന്നെന്താ? ഇത് നിരാതമായി ചെല്ലിയാൽ തീരാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. സിഹർ വരെ പാത്തിലാവും. നിരന്തരതയിൽ കൊണ്ടിരുന്നാൽ സിഹർ പാത്തിലാവും, കണ്ണീർ പാത്തിലാവും. പേടിക്കണ്ട. കണ്ടില്ലേ? കണ്ടില്ലേ? ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. وفوض أمري إلى الله إن الله بصير بالعباد. ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില നിസ്കാരങ്ങളുണ്ട്. അത് ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും വല്ല കുടുക്കിലാവപ്പെട്ടിട്ട് ചെയ്യേണ്ട ചില അമലുകളുണ്ട്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട നിസ്കാരങ്ങളുണ്ട്. ഒറ്റക്ക് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു. എൻ്റെ ഒറ്റക്ക് പൊതുവായി സമ്മതം കൊടുക്കാൻ സമ്മതമില്ലാത്തത് കൊണ്ടാണ്. ഒറ്റക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. ആരെങ്കിലും പറ്റ കുടുങ്ങിയ നേരത്തെ ചെയ്യാൻ ഇത് എപ്പോഴും ചൊല്ലന്നെ. ഫക്കീറായി ഞാൻ ഏൽപ്പിക്കുന്നു അംരി. ഭാര്യ പറഞ്ഞത് കേൾക്കണില്ല, എന്തായാലും പെണ്ണുങ്ങൾ കേൾക്കൂല, നജീലിക്കോ. മകൻ എന്തായാലും പറഞ്ഞേക്കൂല, നജീലിക്കോ. കച്ചവടം എന്താണെങ്കിൽ ലാഭമാണില്ല, നജീലിക്കോ. എന്നെ നോക്കേണ്ടവൻ ആരാണ്? അല്ലാഹ്. അവനെ ഏൽപ്പിച്ചോളാം. പേടി വന്ന് തുറന്നു, കച്ചവടമില്ല, ഞാൻ എന്താകട്ടെ എനിക്കറിയില്ല, അതോൻ തീരുമാനിക്കണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പോഴേത് കുളരം വന്നു കൊടുത്തു, അല്ലെങ്കിൽ ഏത് സാധനം എടുത്ത് വിറ്റ് പൂട്ടി, താക്കോല് മറ്റവന് കൊടുത്തു,
വാടകക്കാരന് കൊടുത്തു. പിന്നെ പോന്നു. അപ്പോഴാണ് വലിയൊരു വിസ വന്നത്. അപ്പോഴാണ് വേറെ തന്നെ ബോംബെയിൽ നല്ലൊരു കച്ചവടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡൽഹിയിൽ നല്ലൊരു ജോലി ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി. പിന്നെ അയിമ അങ്ങനെ പച്ച പിടിച്ചു, കടങ്ങളൊക്കെ വീട്ടി. കാരണം ജാരെ ഏൽപ്പിച്ചു അള്ളാഹുവിനെ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ അളിയൻ പറഞ്ഞു, ഞാൻ കച്ചവടം ഉണ്ടാക്കേണ്ട അളിയ, ജയിലിൽ കൂടിക്കോ. അപ്പൊ അങ്ങനെ പച്ച പിടിച്ചു. അപ്പൊ അങ്ങനെ റായത്തായി. ഞാൻ ഏൽപ്പിക്കുന്നു അംജി, എന്റെ കാര്യം ഇലല്ലാഹ്. ഇതൊരായത്താണ്. ഇന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹു തആല ബസീറും ബിൽ ഇബാദ്, അവന്റെ അടിമകളെ എല്ലാ കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആര്? അല്ലാഹു. ഇപ്പൊ റഹ്മത്തുള്ള പ്രസംഗിക്കുന്ന കാണുന്ന ഒരാൾ ഇങ്ങൾക്ക് പുറത്ത് ആരാണ് മാത്രം? അല്ലാഹു. യൂട്യൂബിനൊക്കെ പരിധിയുണ്ട്, അവന് പരിധിയില്ല. ഇന്നലെ രാത്രി എന്താ ചെയ്ത് ഓനെ കാണുന്നുണ്ട്. ഇന്ന് നേരമ്പത്തിൽ എന്താ ചെയ്ത് ഓൻ കാണുന്നുണ്ട്. നീ വസ്ത്രത്തിലാണെങ്കിൽ റബ്ബ് കാണുന്നുണ്ട്, നീ വിവസ്ത്രനാണെങ്കിലും റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിന്നെ ബുദ്ധിമുട്ടിച്ചാൽ റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിനക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് റബ്ബ് കാണുന്നുണ്ട്. ഒരാൾ നിന്നെ ദ്രോഹിച്ചാൽ റബ്ബ് കാണുന്നുണ്ട്. ഈ പഠിക്കണ്ട, അവനാണ് റബ്ബ്. അവനും ചെയ്യും തമ്മിൽ ബന്ധം ഉണ്ടാക്കിച്ചാൽ ആ ബന്ധമാണ് എന്ത്? ദുആ. ഇനി ഒന്നും പറയല്ല. റമദാനിൽ നോമ്പോൽക്കൽ നിർബന്ധമാണ്. പിന്നെ ഒരു പണി ഉണ്ടെങ്കിൽ അത് എന്തേ ഉള്ളൂ? ദുആ അന്നെ. റമദാനിൽ മനസ്സിലാക്കണം, റമദാനിൽ തറാവി നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും, മനസ്സിലായില്ല, നിസ്കരിക്കാതിരിക്കാൻ പറയല്ല, പക്ഷെ ദുആ ഒഴിവാക്കണ്ട. അൽ ബഖറ 183 ദുആ, 183 അൽ ബഖറ 183. എന്ത്? യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. 183 നോമ്പ്. അയ്യാമൻ മഅദൂദാത്ത് 184 നോമ്പ്. പിന്നെ 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 ഷഹ്റു റമദാൻ അല്ലദീ 185 നോമ്പ്. പിന്നെ ഉഹില്ല ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും 187 നോമ്പ്. എൻ്റെ ഇടയിൽ ഒരു ആയത്ത് വിട്ടിട്ടുണ്ട്, നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഉള്ളുക്കുരായത്താണ് കയറ്റി. തറാവി ഇവിടെ ഒന്നും പറയണില്ല. തറാവി നിസ്കരിച്ചാലും വേണ്ടില്ല, നിസ്കരിച്ചാലും വേണ്ടില്ല. ഇത് മറക്കണ്ട. ഒന്ന് നോക്കി, ഒന്ന് മനസ്സിലായി, ഒന്ന് നോക്ക് മോനെ. ആയത്ത് ഞാൻ പറഞ്ഞ നമ്പർ കൃത്യല്ലേ എന്ന് നോക്ക്, നോക്ക് മനസ്സിലാവുണ്ടോ? അൽ ബഖറ 183 നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം 183 നോമ്പ്. പിന്നെ അയ്യാമ മഅദൂദാത്തി 184 നോമ്പ്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ 185 നോമ്പ്. ഇനി ഒരായത്ത് അവിടെ ഇടക്ക് വിട്. 180 ലക്കും ലൈലത്ത സിയാമി റഫസു ഇലാ നിസായിക്കും 187 നോമ്പ്. കണ്ടില്ലേ ഇബ്രാഹിമേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതിനിടയിൽ ഒരു ആയത്ത് വിട്ടിട്ടുണ്ട്. എത്ര? 186 ആയത്തോടെ വിട്ടു. അതെന്താ? وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. سبحان الله. എന്ത് മുടങ്ങിയാലും എന്ത് മുടങ്ങണ്ട, ദുആ മുടങ്ങണ്ട. മോനെ മോനെ മക്കളെ, ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? 183 നോമ്പ് വെൽക്കണം, 184 ഇളവ്, 185 ഇളവ്, 187 ഇളവ്, 186 ഇളവനല്ല. 183 നോമ്പ് വെൽക്കണം. 184 ആയത്തില് അയ്യപ്പമൻകാലമിക്കും മരികളൻ, രോഗിയാണെങ്കിൽ നോമ്പ് വെൽക്കണ്ട. 185 ഇളവ്. അപ്പൊ 183 നോമ്പ് വെൽക്കണം. 184 ഇളവ്, രോഗിയോ സഫറോ ആണെങ്കിൽ വേണ്ട. 185 അങ്ങനെ തന്നെ ഉണ്ട്. വൈകുന്തും അല സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖ്റ അല്ലേ? അപ്പൊ 183 നോമ്പ്, 184 ഇളവ്. എന്തിലളവ്? നോമ്പിലളവ്. 185 നോമ്പിലളവ്, 187 നോമ്പിലളവ്. ഉഹില്ലലക്കും, നിങ്ങൾക്ക് ഹലാലാണ്. ഇളവാണ് പറഞ്ഞത്. ഇളവില്ലാതെ നോമ്പ് വന്ന് പിന്നെ ഇളവ് കൊടുത്തു. ഉഹില്ലലക്കും ലൈലത്ത സിയാമി റഫതു ഇലാ നിസായിക്കും. നിങ്ങളെ ഭാര്യമാരെടുത്ത് പോകാൻ ഇളവുണ്ട്.
ആദ്യകാലത്ത് ഇളവില്ല. പിന്നെ ഭാര്യ പഠിച്ചവന് ഇളവുണ്ടായി, റുഖ്സ പിന്നെ വന്നു. അപ്പൊ 183 നോമ്പ്, 184 ഇളവ്, 185 ഇളവ്, 187 ഇളവ്, 186 എന്തില്ല? ഇളവില്ല. അതിൽ ഇളവേ പറഞ്ഞില്ല. എന്താണ് 186? അതിൽ ഇളവില്ല. ഇന്ന് നോമ്പ് വിൽക്കാൻ വയ്യ, നോമ്പ് വിൽക്കണ്ട, ഇന്ന് യാത്രയിലാണ്, നോമ്പ് വിൽക്കണ്ട, ഇന്ന് രോഗത്തിലാണ്, നോമ്പ് വിൽക്കണ്ട. പക്ഷെ എന്ത് ചെയ്തോ? വരണ എന്തിനും ഇളവുണ്ട്. എന്തിനിളവില്ല? ദ്വാക്കിളവില്ല. അയ്യും നിന്റെ പടച്ചോൻ നമ്മുടെ ബന്ധാണ്. മനസ്സിലായില്ല? ഒരാൾ എന്നെ അടിച്ചപ്പോ അവന്റെ അത്ര ശക്തി ഇല്ലാത്തതുകൊണ്ട് തിരിച്ചടിക്കാൻ കഴിഞ്ഞില്ല. ഈ തിരിച്ചടിക്കണമെങ്കിൽ നിന്റെ ഭാഗത്തുകാരും നോക്കൂല. അതേസമയത്ത് കയ്യൊന്നിച്ചാൽ മലക്കളൊക്കെ ആമീൻ പറയും. പടച്ചോനെ, ഞാൻ ദുർബലനായതുകൊണ്ടല്ലേ ഒന്നെ കാരണമില്ലാതെ അടിച്ച് ഒന്നാക്രമിച്ച്. അവിടെ ആ മലക്കളൊക്കെ ആമീൻ പറയും. മനസ്സിലായോ പറഞ്ഞത്? ഇതിലെന്ത്? ഇത് പടച്ചോനുള്ള ബന്ധ. എന്ത്? പടച്ചോനെ, റബ്ബേ, അങ്ങനെ മതി. അതിന്റെ അപ്പുറം ഒന്നും പറയണ്ട. അതെങ്കിലും കൃഷ്ണൻ അടിച്ചാലും ദൈവേ, അങ്ങനെ പറഞ്ഞാൽ മതി. ദൈവേ, അങ്ങനെ പറഞ്ഞു. കൃഷ്ണൻ കുടുങ്ങും ചെയ്യും. ജോലി ആചാര ഇത് മാസം ഉമ്മറക്കണോന. അപ്പോഴാണ് ഒരു കൃഷ്ണനെ കാരണമില്ലാതെ അടിച്ച്. അപ്പോൾ എന്ത് പറഞ്ഞു? ദൈവേ, ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്. അള്ളാന്റെയും അവന്റെയും ഇടയിൽ യാതൊരു മറയും അപ്പോൾ ഇല്ല. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. നീതിമാനായ റബ്ബിന്റെ അടിമകളെ നമ്മൾ അതിലാണ് മനസ്സിലാക്കിക്കൂടി. നമ്മളും നമ്മളെ റബ്ബും തമ്മിൽ ഒരൊറ്റ ബന്ധേ ഉള്ളൂ. അതെന്താണ്? എന്താണ്? വേറൊന്നുമില്ല. വേറെന്തും ദുആ തള്ളൂല. ദുആ തള്ളൂല. ഇമ്മാ അൻ യുഅജ്ജൽ വ ഇമ്മാ യുദ്ഖർ. ദുആ തള്ളൂല. ഇമ്മാ യുഅജ്ജൽ, ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടും, ചിലപ്പോഴോ പിന്നെ കിട്ടും. ദുആ തള്ളലില്ല. നിസ്കാരം തള്ളും, നോമ്പ് തള്ളും, സക്കാത്ത് തള്ളും, ഹജ്ജ് തള്ളും. എന്താ തള്ളൂല? ദുആ തള്ളൂല. ദുആ ഇമ്മാ യുഅജ്ജൽ, പെട്ടെന്ന് ചിലപ്പോൾ ഉത്തരം കിട്ടും. വ ഇമ്മാ യുദ്ഖർ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കിട്ടും. എന്ത് തള്ളൂല? എന്ത് തള്ളൂല? ഇജ്ജ് പേടിക്കണ്ടടാ. എന്ത് തള്ളൂല? ദുആ തള്ളലല്ല. കാരണം ദുആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവനോട് ചോദിച്ചടാ, അവന് കൊടുക്കാതിരിക്കാൻ പറ്റൂല. നിങ്ങളെ വീട്ടുവാതിൽക്കൽ വന്ന് ഒരാൾ കൈ നീട്ടിയാൽ നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയോ? പറ മനുഷ്യ, കഴിയോ? എടാ, മനുഷ്യനായ ഇരുകാലിയായ നിനക്കും എനിക്കും അങ്ങനെയാണെങ്കിൽ രാജാതിരാജന്റെ ദർബാറിലേക്ക് കൈ നീട്ടിയാൽ അവനവിടെ അണ്ണനാണോ, അവനവിടെ ബംഗാളിയാണോ, അവനവിടെ മുസ്ലിമാണോ അല്ല ഒരു മാന്യം നോക്കുവോ? വീട്ടുവാതിൽക്കൽ കൈ നീട്ടിയാൽ വെറുതെ പറഞ്ഞേക്കാൻ കഴിയൂല. കഴിയൂല്ലേ? നമ്മൾ അങ്ങനെയാണെങ്കിൽ രാജാതിരാജനായ അക്രമുൽ അക്രമീനായ അജ്വദുൽ അജ്വദീനായ ധർമ്മിഷ്ഠനിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായ അർഹമുർ റഹീമീനായ ഏറെ കരുണയുള്ളവനായ റബ്ബിനെ ഇന്നല്ലാഹ യസ്തഹി അയറുദ്ദ ഐദിയദ്ദാഇ സിഫ്റാ. എഴുതിക്ക് ഹദീസ്. ഇന്നല്ലാഹ യസ്തഹി, അല്ലാഹുക്ക് ലജ്ജയാണ്, അയറുദ്ദ ഐദിയദ്ദാഇ, ദുആ ചെയ്യുന്നവന്റെ കൈകളെ തട്ടാൻ സിഫ്റൻ, വട്ടപൂജ്യമായിട്ട്. അവന്റെ കൈകൾ തട്ടാൻ ലജ്ജയാണ്. ആർക്ക്? ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റൂല. എന്ത് വിഷയം കൊടുക്കൂല, പറയാൻ പറ്റൂല. കൊടുത്തിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും, എന്നാലും കൊടുക്കും. കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഒരാളെൻ്റെ വീട്ടിൽ വാതിൽക്കൽ വന്നിട്ട്, മാന്യനായ നിന്നോട് 500 രൂപ കടം ചോദിച്ചു. 500 10,000 ഒക്കെ കൊടുക്കും. പക്ഷെ അപ്പം കറൻസി കയ്യിലില്ല, മൊബൈൽ കൊടുക്കുക അതും ഇല്ല, ബാങ്കിൽ പൈസ ഉണ്ട്. പിന്നെ നിനക്കന്നീരിപ്പോ കിട്ടൂല. ആ മറ്റേ ചങ്ങായി എവിടുന്നാണോ വരുന്നത്? ഒരു 500 രൂപ വെച്ച് കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ ഈ അടുത്ത മിനിറ്റിൽ പുറത്തിറങ്ങിയാൽ എന്താ ചെയ്യുക? ജുമാന്യനാണെങ്കിൽ, ഈ ഉള്ളോനാണെങ്കിൽ, ഇല്ലാത്തവനാണെങ്കിൽ ജിക്കാരിയും പഠിച്ചോനെ കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഉള്ളോനാണെങ്കിൽ ആ 500ന്റെ നോട്ട് സംഘടിപ്പിച്ച് മോട്ടോർ സൈക്കിൾ ഓടിച്ചോൻ്റെ പുരയെ കൊണ്ട് 500 കൊടുക്കാതെ എനിക്കൊരു സമാധാനം കിട്ടുമല്ലേ? കിട്ടൂല. ഇരുകാലിയായ ഇജ് ഇങ്ങനെയാണെങ്കിൽ രാജാതിരാജന്റെ അവസ്ഥ ഉണ്ടായിരിക്കും. കാരണം നിന്റെ വീട്ടുവാതിൽക്കലേക്ക് അവൻ കൈ നീട്ടി, രാജാതിരാജന്റെ ദർബാറിലേക്ക് കൈ നീട്ടിയാൽ ഒരിക്കലും തൊട്ടൂല. പേടിക്കണ്ട. അപ്പൊ എന്തെന്ന് ചെയ്യാള്? പറയും. എന്താ ചെയ്യാള്? ദ്വാർക്ക. പിന്നെന്താ ചെയ്യാള്? ദ്വാർക്ക. പിന്നെന്താ ആള്? ദ്വാർക്കന്നെ. അതിന്റെ ഇടവേള കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നിസ്കരിച്ചോ, ഖുർആൻ ഓതിക്കോ, ഒക്കെ നല്ലതാണ്. അതൊക്കെ തള്ളാം. എന്തുള്ളൂല? തള്ളൂല.
ഖുർആൻ ഓടുമ്പോൾ തജ്വീദ് എത്തിയാൽ ചിലപ്പോൾ അള്ളാഹു തആലക്ക് തള്ളാം. ഇതിൽ പിന്നെ തജ്വീദില്ല. എന്തിൽ പറ ചെങ്ങായി? മനസ്സിലായില്ലേ? റബ്ബിനോട് ചോദിക്കുമ്പോൾ മണിക്ക ഇദ്ഗാമം ബിൽ ഗുന്ന ഇൽഹാർ ഇഖ്ഫാ അങ്ങനെ ഉണ്ടോ? പറയങ്ങായി പറയണങ്ങായി തജ്വീദ് ഉണ്ടോ? ഇല്ല. ദൈവേ പറഞ്ഞാലും വർച്ചോനെ പറഞ്ഞാലും ഒക്കെ മതി, എല്ലാം മതി. അതിൽ ഭാഷയില്ല, അതിലൊരു ഭാഷയില്ല. അത് നീയും അവനും അവൻ്റെ മേൽമത്തരത്തെ നീ അംഗീകരിച്ചാലേ എന്താവുള്ളൂ, കൈ നീട്ടുള്ളൂ. എന്താ ഇന്ന് രാത്രിയാണുള്ളത്? ദ്വാ. നാളെ പകൽ എന്താണുള്ളത്? ദ്വാ. നാളെ രാത്രി ദ്വാ. രജബ് തീരുമ്പോൾ എന്താ ചെയ്യാള്? ദ്വാ. ഷേബം തുടങ്ങുമ്പോൾ എന്താ ചെയ്യാള്? പറയടാ പറയാ ദ്വാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബറാത്ത് രാത്രി വന്നു എന്താ ചെയ്യാള്? ദ്വാ. റമദാനിൽ കടന്നു എന്തായാലും ദ്വാ. റമദാൻ തീർന്നു എന്തായാള്? ദ്വാ. ഇന്നലെ രാത്രി എന്താ? ദ്വാ. കാരണം ജടിമയാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, നിസ്കാരമില്ല. നിസ്കാരമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ നിസ്കാരമൊന്നുമില്ല. അതിന് നിസ്കാരമാണെന്ന് നബി പറഞ്ഞില്ല. ആരെ പ്രേമിച്ച് ഓനപ്പുണ്ടാവും. നിസ്കാരമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെയൊക്കെ നിസ്കാരമൊന്നുമില്ല. അങ്ങനെ നിസ്കാരമില്ല എന്നാണ് പെടാന്നൊരു കാര്യമില്ല. നിസ്കാരം കൂട്ടി വാ അങ്ങനെ പറഞ്ഞു. ഒരാള് എന്നാ ഖിയാമത്ത് നബിയെ? അപ്പൊ നബി ചോദിച്ചു എന്നോ ആയിക്കോട്ടെ, ഇതിനെന്താ ഒരുക്കിച്ച്? അപ്പൊ അയാൾ പറഞ്ഞു ലൈസി കസറത്തു സ്വലാത്തിന് വലാസിയാം. എനിക്കങ്ങനെ നോമ്പ് നിസ്കാരമൊന്നും പറയാൻ മാത്രമൊന്നും എൻ്റെ കയ്യിലില്ല. നോമ്പ് നിസ്കാരം ഇല്ലാതെ ഇവിടെ അങ്ങനെ വന്ന് വളമ്പുക പോടാ നിസ്കരിച്ചോ പറഞ്ഞോ? അള്ളാഹ് വലിയ ഇഷ്ടമാണ്, നബിനെ വലിയ ഇഷ്ടമാണ്. ആയിക്കോട്ടെ, ഇഷ്ടമുണ്ടോ? മതി. എന്നായി ഒലപ്പുണ്ടോ? ജോലി കണ്ട നിസ്കാരമില്ല നിസ്കാരമില്ല നടക്കണ്ട, നിസ്കാരം ഉണ്ടാക്കാൻ നോക്കുന്നു പറഞ്ഞു. ഇല്ല, അതില്ല. ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതുമില്ല. 500 കൊല്ലം സുജൂദിൽ കടന്ന ഒരാളെ കഥ നബി പറഞ്ഞു. 500 കൊല്ലം സുജൂദിലാണ് കടന്നു. അപ്പോഴത്തേന് അഹങ്കാരം പറ്റി. അള്ളാഹു കോടതിയിലെത്തിയപ്പോ അള്ളാഹ് ചോദിച്ചു തദ്ഖുലുൽ ജന്ന ബിഅമലികാവും ബിറഹ്മതി. ഇത് എന്റെ അമലുകൊണ്ടാണോ സ്വർഗത്തിലേക്ക് വന്നത്, അതോ എന്റെ റഹ്മത്ത് കൊണ്ട് കിടക്കണം എന്നാണോ എന്റെ പൂതി? അമലിനെ എമ്പാടുണ്ട് പഠിച്ചോനെ. ഞാൻ സുജൂദിൽ തന്നെ എത്ര കൊല്ലം കടന്നിട്ടുണ്ട്? 500 കൊല്ലം. അപ്പോൾ അവന് ചെയ്ത നിഅമത്തുകളൊക്കെ അള്ളാഹ് എന്നാൽ പറഞ്ഞു കൊടുത്തു. എനിക്ക് ചെയ്ത നിഅമത്തുകൾ അതിന്റെ മൂലക്കൊക്കെ എന്തില്ല, ഇത് സുലുവില്ല. അമറ യുസഹബ ഇലന്നാർ, പിന്നെ അവന് നരകത്തിലേക്ക് വലിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ ഇയാൾ കരിഞ്ഞു. റബ്ബേ റബ്ബേ റബ്ബേ, വാക്ക് പറഞ്ഞു കൊടുത്ത് എത്തിയതാ. ഞാൻ എൻ്റെ അമലുകൊണ്ട് കിടക്കണില്ല, നിന്റെ റഹ്മത്തോണ്ട് കോടെ ഞാൻ പോയിക്കോ സ്വർഗത്തേക്ക്. മനസ്സിലായില്ല. ഈ കഥ ആര് പറഞ്ഞതാ? മുത്തുനബി. 500 കൊല്ലം സുജൂദിൽ തന്നെ നടന്നു, എന്നിട്ട് ഒന്നും ഉണ്ടായില്ല. പിന്നെ അപ്പം നടക്കായിരുന്നു. അല്ലോ മാപ്പാക്കണം, ഞാൻ അങ്ങനെ കുടുങ്ങിപ്പോയതാ. എന്നാ പോയിക്കോ. മനസ്സിലായില്ല. ചിന്തിക്കണം. ചിന്തിച്ചോ? ഒന്നും വേണ്ട, എന്ത് വേണം? അത് ഹജ്ജിന് പോയാലും ഹജ്ജിന് പോയിട്ടില്ലെങ്കിൽ 25 ആയാൽ മിഅ്റാജിന്റെ രാത്രി പിറ്റേന്ന് പകല് രാത്രി ഒക്കെ തന്നെ. ദുആയേക്കാൾ വലിയൊരു അമൽ ഒരു അബ്ദിന് മഅബൂദിന് സമർപ്പിക്കാൻ ഇല്ല. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ഫഖീറായി, അവൻ ഗനിയായി. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു, ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഈ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 ഒക്കെ കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ദായിമായി ഞങ്ങളെ പള്ളിക്കാണ്. പിന്നെ വേറെയും പള്ളി ഞാൻ കേട്ടിട്ടുണ്ട്. 3 വട്ടം ചെല്ലണോ ഞാൻ കേട്ടിട്ടുണ്ട്, 5 വട്ടം ചെല്ലണോ ഞാൻ കേട്ടിട്ടുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുഹാ അലാ നാരിൽ ജഹീമി ഫഖ്ബിലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി فإنك غافر ذنب العظيم. ഈ ജുമാ നിസ്കാരത്തിന്റെ മേലെ എനിക്കും ഈ സാധനം അതിനർത്ഥം പറഞ്ഞുതരാം. ഇങ്ങനെ ഉൽപ്പത്തനം. അപ്പോൾ നിസ്കാരം ജുമാ നിസ്കാരം കഴിഞ്ഞു. ഓ വലിയ ആളായി.
എന്താ പറഞ്ഞ? എന്താ? ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു ലിൽ ഫിർദൗസി അഹില, സ്വർഗത്തിനൊന്നും ഞാൻ ഒരിക്കലും അവകാശിയല്ല, അതിനൊന്നും ഞാനില്ല, അതിനൊന്നും എന്നെ പറ്റൂല. ഞാൻ സ്വർഗത്തിന് അവകാശിയാണ്, എനിക്ക് സ്വർഗം തരണട്ടോന്നല്ല. ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു, ഞാൻ അല്ല, ലിൽ ഫിർദൗസി, നിന്റെ ഫിർദൗസിന് അഹ്ലൻ, ഞാൻ ഒരിക്കലും അവകാശിയല്ല. പറയട, അർത്ഥം പറയാ. ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു, ഞാനല്ല, ലിൽ ഫിർദൗസി, ഫിർദൗസായ നിന്റെ സ്വർഗത്തിന് അഹ്ലൻ, അവകാശിയല്ല. അടുത്ത വരി. എന്നാൽ വലാ ഖുവാ അലാ നാരിൽ ജഹീമി, വലാ ഖുവാ, എന്നാൽ എനിക്ക് ശക്തിയുമില്ല, അലൽ ജഹീമി, വലാ ഖുവാ അലാ നാരിൽ ജഹീമി, ആ കത്തിയാളുന്ന തീയിൽ കിടക്കാനുള്ള ശക്തിയും എനിക്കില്ല. അപ്പൊ ഞാൻ കുടുങ്ങിയ അവസ്ഥയില്ല. ഞാൻ സ്വർഗത്തിന് മാത്രം ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയും എനിക്കില്ല. ഫഹബി തൗബത്തൻ, നീ എനിക്ക് മാപ്പ് തരണം. ഫഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ നീ പുറത്തരണം. ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി, എത്ര വലിയ കുറ്റം ചെയ്താലും പുറത്തു തരുന്നവൻ നീ തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ 3 വട്ടം ചെല്ലുന്നു, 5 വട്ടം ചെല്ലുന്ന എൻ്റെ ഉമ്മാൻ്റെ നാട്ടിലെ ജുമാഅത്തുള്ളിയിലും 5 വട്ടം 3 വട്ടം ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മൂത്തേടത്തുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ മില്ല അതൊക്കെ ഇല്ലാതെ. ഇപ്പോൾ ചെല്ലുന്ന പള്ളികളുണ്ടെങ്കിൽ കൈപ്പൊക്കാം ഉണ്ട്. 1, 2, 3 ഒരു കടൂരുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതിലൊരു ഭയങ്കര റാഹത്ത. തഹജ്ജുദിന് എണീറ്റ് കഴിഞ്ഞാൽ, തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ സ്വാലിഹ്യങ്ങൾ ചൊല്ലിയിരുന്നത് ഇതാ: ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഅബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഓക്കേ, ഒന്നും കൂടി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖുവാ അലാ നാരിൽ ജഹീമി ഫഅബ്ലി തൗബതൻ ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇത് ചൊല്ലിയിട്ട് ദ്വാർക്കുള്ളൂ, അല്ലെങ്കിൽ ദ്വാ അവസാനിക്കുമ്പോൾ ചെല്ലും. ഇത് ചെല്ലാത്തൊരു വെള്ളിയാഴ്ച എൻ്റെ കുട്ടിക്കാലത്തില്ല, എൻ്റെ ബാപ്പാൻ്റെ നാട്ടിലും ഇല്ല, എൻ്റെ അമ്മ നാട്ടിലും ഇല്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. എന്തേ? മനുഷ്യന് മനസ്സിനെ നിർമ്മലമാക്കി ഇടക്കിടക്ക് മൂല്യം അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. ഇലാഹി, എൻ്റെ ഇലാഹെ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ല. ഈ ജുമഅന്ന് നിസ്കരിച്ചിട്ടും ഞാൻ എന്തിന് അവകാശമല്ല? സ്വർഗത്തിന് അവകാശമല്ല. അതിന് മാത്രമൊന്നുമില്ല. ഞാൻ ആ സ്വർഗത്തിലൊക്കെ സാലിഹ്യങ്ങൾ, മൊയ്തീൻ ഷരീഫായി ശൈഖിനെ പോലത്തെ സാലിഹ്യങ്ങൾ കിടക്കുന്ന സ്വർഗത്തിൽ, സിദ്ദീഖുൽ അക്ബർ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലത്തെ മഹാന്മാരും, ഹംസത്തുൽ കറാറിനെ പോലത്തെ കൊടല് വരെ അല്ലാഹു തആല ദാനം ചെയ്ത മഹാന്മാർ കിടക്കുന്ന സ്വർഗത്തിൽ കിടക്കുന്ന ഞാൻ ആര് പഠിച്ചോനെ? എന്നാൽ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, എന്നാൽ നരകത്തിൽ കിടക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. ഫഅബ്ലി തൗബത, നീയാണ് ചെയ്യേണ്ടത്, എനിക്ക് മാപ്പ് തരണം. ഫഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷങ്ങൾ നീ. എന്താണ് ഈ പറഞ്ഞ വാക്ക്? ദുആ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ സ്വർഗത്തിൽ മാത്രം ഉണ്ട് എന്നാ നമ്മൾ നിസ്കാരങ്ങൾ നമ്മളെ ധാരണ. പക്ഷെ ഈ ബേത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇല്ലെന്നായി. നോമ്പ് വിൽക്കുമ്പോൾ നമുക്ക് ഇക്കൊല്ലത്തെ നോമ്പ് കിട്ടിയാലോ എന്നാണ്. അതായത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ പടച്ചോനെ ഇത് സ്വീകരിക്കുമെന്ന് ഉറപ്പില്ല എന്നാണ് അവിടെ നമ്മളുള്ളത്. അതൊക്കെയാണ് നമ്മൾ എടുത്തു കളഞ്ഞ്. സ്വാലിഹ്യങ്ങളായ മുൻഗാമികൾ നടപ്പിലാക്കിയതൊക്കെ എടുത്തു കളഞ്ഞു. തെളിവില്ല. ഒരു വാക്ക് പറയാനൊക്കെ പറ്റൂല. അപ്പോഴത്തേന് മറ്റും ചാടി വീഴും. തെളിവില്ല. അങ്ങനെ നന്മ മനുഷ്യന്റെ കയ്യിൽ നിന്നാണ് പോയി. ഉറക്കെ അതൊക്കെ ചെല്ലി ഒരു മനസ്സെത്ര നിർമ്മലവും. അതും കഴിഞ്ഞ് ജുമാ നിസ്കരിച്ചിട്ട് 2-4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇറങ്ങി വരുമ്പോ ആ മനസ്സിന്റെ സന്തോഷം എത്രയാണ്. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ആരോട് പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ നിധിമാനായ റബ്ബ് നോക്കും, പേടിക്കണ്ട. അവൻ നിധിമാന ഒന്ന് നോക്കുന്നുണ്ട്. ഒരായത്ത് ഞാൻ പറഞ്ഞൊന്ന് മറക്കരുത്. മോട്ടോർ സൈക്കിൾ പോകുമ്പോഴും വരുമ്പോഴും എപ്പോഴും വിമാനത്തിൽ കയറി വിമാനം വീഴാണ്, ചെണ്ട പിടിക്കണം, ഇന്നെ ആര് നോക്കുന്നുണ്ട്? മരിച്ചോട്ടെ, മരിച്ചാലെന്താ?
വിമാനം വീഴ, ജിമ്മയിക്കാൻ പോവുക, മരിച്ചോട്ടെ. വൗഫവ്വിലു അംരി ഇലല്ലാഹ്, എന്റെ കാര്യം ഞാൻ ആരെ ഏൽപ്പിച്ചു? പിന്നെ ഈ വിമാനത്തൊക്കെ ചവിട്ടിയപ്പോ അതാ ചൊല്ലിയത്, വൗഫവ്വിലു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. എന്റെ റബ്ബിന്റെ കാര്യം നോക്കും, എന്റെ റബ്ബ് യോഗ്യനാണ്, ഞാനോ ഒന്നും കഴിയാത്തവനാണ്. സൂറത്തുൽ മുഅ്മിൻ അല്ലെങ്കിൽ സൂറത്തുൽ ഗാഫിർ എത്രാമത്തെ ആയത്ത്? 44. ഒന്നൊരു 3 വട്ടം ഓർക്കെ എല്ലാരും എല്ലാം ഓതേണ്ടതാ. എപ്പോഴും പോകുമ്പോൾ വരുമ്പോഴും എപ്പോഴും وأفوض أمري إلى الله إن الله بصير بالعباد وأفوض أمري إلى الله إن الله بصير بالعباد حسبي ربي جل الله. ഗൗരവമായ കാര്യം പറയാനുള്ളത്, ഇന്ന് മിഅ്റാജിൻ രാത്രിയാണ്. എല്ലാവരും ദ്വാർക്കണം. ഈ പാവപ്പെട്ടവനെയും ഈ പാപ്പിയെയും നിങ്ങൾ കൂട്ടി ദ്വാർക്കണം. ഞങ്ങളെയും കൂട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. നാളെ കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് വിൽക്കണം. നാളെ അസ്ർ നിസ്കരിക്കാൻ അങ്ങോട്ട് വരണം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു സമൂഹമായ നമ്മൾ കൂടി ഇരുന്ന് കുറച്ച് അമല് ചെയ്ത് ദ്വാ ചെയ്ത് നോമ്പ് ഇവിടുന്ന് നോമ്പ് തുറന്ന് പിരിയാം. എല്ലാ കഴിയുന്ന അത്ര ആളുകൾ വരണം. ആണുങ്ങളും പെണ്ണുങ്ങളും വരണം. എത്ര ആൾ വന്നാലും നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും നാളെ നോമ്പ് തുറക്കാൻ അങ്ങോട്ട് വരണം. നമ്മൾ നോമ്പ് വിൽക്കണം. നമ്മൾ മിഅ്റാജല്ലേ മുൻഗാമികളൊക്കെ ചെയ്തു പോകുന്നൊരു ഖൈറായ അമലാണ്. ഖൈറുകൾ നോമ്പ് വിൽക്കണം. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി നേരം വിളിക്കുന്നവരെ ഞങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ദ്വാരക്കണം. ഏറ്റവും വലിയ അമൽ എന്താണ്? ഏത് ഇഞ്ഞോട് ചോദിക്കരുത്, ഒരാളോട് ചോദിക്കരുത്. ഏത് നല്ല സമയത്തും ഏത് നല്ല സ്ഥലത്തും നിനക്കെത്തിയാൽ നിനക്ക് ചെയ്യാനുള്ളത് എന്താ? ദ്വാ മാത്രം. ബാക്കി എന്ത് ചെയ്താലും അള്ളാഹു തള്ളാം. എന്ത് തള്ളൂല. ബാക്കി ചെയ്യണ്ടെന്നല്ല, ചെല്ലിക്കോ ഒക്കെ ചെയ്തോ, പക്ഷെ ദ്വാ മറക്കണ്ട. ദ്വാക്കൾ വലിയ അമലില്ല. എന്നാ ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തോളി. ദ്വാർക്ക് വലിയ കാര്യം. പിന്നെയും ദ്വാർക്കാം, പിന്നെയും ദ്വാർക്കാം, പിന്നെയും ദ്വാർക്കാം. ദ്വായൊന്നും മടിയാകരുത്. പിന്നെയും 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 അവനോടല്ലേ പറയാനുള്ളത്. അള്ളാഹു തന്നെ സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിച്ചത് മടിയനായിക്കണമെങ്കിൽ അള്ളാഹുനെ ഒഴിവാക്കിയതിന്റെ അർത്ഥം അള്ളാഹു സ്വീകരിച്ച വ്യക്തിക്കല്ലാതെ എന്തിനു കഴിയില്ല. ഒരാൾ ദ്വാർക്കണ്ടി ഉറപ്പിച്ചോളാം, അള്ളാഹിന്റെ ആളാണ്. അള്ളാഹു തന്നെ തോപ്പിയൊക്കെ തരട്ടെ. അപ്പൊ നേരം വിളിക്കുന്നവരെ നോമ്പ് വിളിക്കുക. എന്നിട്ട് അസ്ർ നിസ്കരിക്കാൻ ഇവിടെ വരിക. അസ്ർ നിസ്കരിക്കാൻ തന്നെ വരിക. അസ്ർ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അമലുകൾ ചെയ്യാണ്ട്, ദിക്ർ ചൊല്ലാണ്ട്, ചെറിയ നസീഹത്തും ദിക്റും ദുആ, പിന്നെ നമുക്ക് ദീർഘമായി ദുആ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് നോമ്പ് തുറക്കുക. നോമ്പിന് തുറന്ന ഭക്ഷണം കഴിക്കുക. റാഹത്തായി ജമാഅത്തായി മഗ്രിബ് നിസ്കരിക്കുക. എല്ലാവർക്കും ഇവിടുന്ന് വേഗം പിരിയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നാളെ എല്ലാവരും കഴിയുന്നത്ര ആളുകളും ഇങ്ങോട്ട് വരണം എന്ന് അപേക്ഷിക്കുന്നു. നോമ്പ് പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും അപേക്ഷിക്കുന്നു. കഴിയുന്ന ആളുകളൊക്കെ അതിലേക്ക് ദാനം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇതൊന്നും ദാറുൽ ഖുർആൻ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ ദാറുൽ ഖുർആൻ്റെത് കുട്ടികൾക്കുള്ള വേണ്ടി ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും അതിലേക്ക് നാളെ നോമ്പ് തുറയിലേക്ക് ഇറച്ചിയായിട്ടോ മഞ്ഞ ഭക്ഷണ സാധനങ്ങളായിട്ടോ പൈസയായിട്ടോ ആർക്കെങ്കിലും ദാനം ചെയ്യാനുണ്ടെങ്കിൽ അവർ ദാനം ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മളെല്ലാവരും ചേർക്കട്ടെ. ഇലാ ഹദ്റത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. الفاتحة. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم غير المغضوب عليهم ولا الضالين آمين.